കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണമിടപാട് മുതിർന്ന സിപിഎം നേതാവ് കെ രാധാകൃഷ്ണൻ എംപിക്ക് ഇഡി സമൻസ് അയച്ചു. ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് സമൻസ്. ചാലക്കുടി പോട്ടയിൽ മിനിലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. അപകടത്തെ തുടർന്ന് മിനിലോറിക്ക് തീപിടിച്ചു. കറുകുറ്റിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. ഗുരുവായൂർ ആനയോട്ടത്തിലെ ജേതാവ് കൊമ്പൻ ബാലുവിനെ 2 ദിവസത്തെ വിശ്രമത്തിനായി ക്ഷേത്രത്തിൽ നിന്നും മാറ്റി. ആനയോട്ടത്തിൽ മൂന്നാമതെത്തിയ കൊമ്പൻ ദേവദാസിന് ബാലുവിന്റെ ചുമതലകൾ കൈമാറി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പ് ശനിയാഴ്ച. മയക്കുമരുന്നിനും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കെഎസ്ഇബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സിഒയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം. കെഎസ്ഇബിയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായി നടപടിയെടുക്കണമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ. നന്ദിപുലത്ത് വെടിക്കെട്ട് നടക്കുന്നിടത്ത് തളച്ച ആന വിരണ്ടു. പിന്തിരിഞ്ഞ ആന പാപ്പാനെ തട്ടിയിട്ടു. വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ തീരദേശത്തെ ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് മൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. മുപ്പട്ടിത്തറയ്ക്ക് സമീപമുള്ള കൾവറ്റിൽ കൂടിയാണ് പുഴയിൽ നിന്നും താഴ്ന്ന ഭാഗത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണമിടപാട് കേസുമായി ബന്ധപ്പെട്ട് മുതിർന്ന സിപിഎം നേതാവ് കെ രാധാകൃഷ്ണൻ എംപിക്ക് ഇഡി സമൻസ് അയച്ചു. ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് സമൻസ് അയച്ചത്. കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഇഡി കെ രാധാകൃഷ്ണന് സമൻസ് അയച്ചത്. തട്ടിപ്പ് നടന്ന കാലയളവിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ. അതേസമയം സമൻസിലെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്ന് എംപി പറഞ്ഞു. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനിലോറിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. അപകടത്തെ തുടർന്ന് രാസപദാർത്ഥവുമായി വന്നിരുന്ന ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. ചാലക്കുടി വിയാർപുരം ഞാറക്കൽ വീട്ടിൽ അശോകന്റെ മകൻ 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ആശാരിപ്പണിക്കാരനായ അനീഷ് വീട്ടിൽ നിന്നും ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെ ജംഗ്ഷനിൽ വെച്ച് റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. ലോറിയുടെ അടിയിൽ കുടുങ്ങിയ അനീഷിനെയും ബൈക്കിനെയും വലിച്ചിഴച്ച് 40 മീറ്ററോളം പോയ ശേഷമാണ് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച് ലോറി നിന്നത്. ഉടൻ തന്നെ പുറത്തെടുത്തെങ്കിലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അനീഷ് മരണപ്പെട്ടു. അപകടത്തിൽ സമീപത്തെ വൈദ്യുതി തൂണും തകർന്നു. റോഡിൽ ഉരസി നീങ്ങിയ ബൈക്കിൽ നിന്നും തീപാറി ലോറിയിലേക്ക് പടരുകയായിരുന്നു. സോപ്പ് നിർമ്മാണത്തിനുള്ള രാസപദാർത്ഥമായിരുന്നു ലോറിയിലുണ്ടായിരുന്നത്. അടിയിൽ കുടുങ്ങിക്കിടന്ന അനീഷിന് പൊള്ളലേറ്റിരുന്നില്ല. ചാലക്കുടി അഗ്നിശമന വിഭാഗം സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കെമിക്കൽ ആയതിനാൽ വെള്ളത്തിന് പകരം ഫോം ഉപയോഗിച്ചാണ് തീയണച്ചത്. ലോറിയിലെ രാസപദാർത്ഥം റോഡിൽ ഒഴുകിയതിനാൽ ദേശീയപാത തൃശൂർ റൂട്ടിൽ 1 മണിക്കൂറോളം വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മിനിലോറി ഡ്രൈവർ ആലുവ സ്വദേശി ഫാസിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നു. വ്യാഴാഴ്ച വിയാർപുരത്തെ യുവാവിന് സംഭവിച്ച ദാരുണാന്ത്യം ഒറ്റപ്പെട്ട സംഭവമല്ല. 8 മാസം മുമ്പ് വിയാർപുരത്ത് തന്നെയുള്ള ജീസൺ എന്ന യുവാവിനും ഇവിടെ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഭാര്യയെ പിന്നിലിരുത്തി ബൈക്കിൽ ദേശീയപാത മുറിച്ചു കടന്ന യുവാവിനെ ചീറിപ്പാഞ്ഞു വന്ന പിക്കപ്പ് വാൻ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സിഗ്നലിൽ പച്ചലൈറ്റ് തെളിയുന്നതിന് മുമ്പ് മുന്നോട്ടെടുക്കുകയോ ചുവപ്പ് ലൈറ്റ് വീണിട്ടും കടന്നുപോകാൻ ശ്രമിക്കുകയും ചെയ്ത വാഹനങ്ങളാണ് എപ്പോഴും അപകടത്തിന് ഇടയാക്കുന്നത്. കൂടുതൽ തിരക്കുള്ള രാവിലെയാണ് ഭൂരിഭാഗം അപകടങ്ങളും നടന്നിട്ടുള്ളത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ പ്രതിഷേധമായി എത്തുമ്പോൾ അധികൃതർ താൽക്കാലികമായി ഇടപെടും. എന്നാൽ മേഖലയിൽ അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള ശാശ്വതമായ പരിഹാരം ഇനിയും അകലെയാണ്. അടിപ്പാത നിർമ്മാണത്തിന് അനുമതി ലഭിച്ച ഇടമാണ് പോട്ട ആശ്രമം ജംഗ്ഷൻ. അതേസമയം അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ബദൽ സംവിധാനം ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. വെള്ളിയാഴ്ച ദേശീയപാത അധികൃതരുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും MLA പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. കറുകുറ്റിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു.
മുരിയാട് സ്വദേശി മഠത്തിൽ വീട്ടിൽ രമേശ് മകൻ 19 വയസ്സുള്ള സിദ്ധാർത്ഥാണ് മരിച്ചത്. മൂക്കന്നൂർ ഫിസാറ്റ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് കോളേജിൽ നിന്ന് മടങ്ങവെയാണ് അപകടം. കറുകുറ്റി മൂന്നാംപറമ്പ് പള്ളിക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഉണ്ടായതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ വിദ്യാർത്ഥി തൽക്ഷണം മരിച്ചു. അങ്കമാലി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ആനയോട്ടത്തിലെ ജേതാവ് കൊമ്പൻ ബാലുവിനെ 2 ദിവസത്തെ വിശ്രമത്തിനായി ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി. ആനയോട്ടത്തിൽ മൂന്നാമതെത്തിയ കൊമ്പൻ ദേവദാസിന് ബാലുവിന്റെ ചുമതലകൾ കൈമാറി. ക്ഷേത്രത്തിനകത്ത് ബാലുവിന് ഉറങ്ങാൻ സാഹചര്യമില്ലാത്തതിനാൽ 2 ദിവസമായി ക്ഷീണിതനായിരുന്നു. ബാലു ആദ്യമായാണ് ഉത്സവ ചടങ്ങുകൾ നിർവഹിക്കുന്നത്. പാപ്പാന്മാർ ആവശ്യപ്പെട്ട പ്രകാരം ബാലുവിനെ മാറ്റി പകരം ദേവദാസിന് ചുമതല നൽകുകയായിരുന്നു. ബുധനാഴ്ച രാത്രി ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ബാലുവിനെ ആനത്താവളത്തിലേക്ക് കൊണ്ടുപോയത്. വ്യാഴാഴ്ച രാവിലെ മുതൽ ശ്രീഭൂതബലിക്ക് തിടമ്പേറ്റുന്നത് ദേവദാസാണ്. ആനയോട്ടത്തിൽ വിജയിക്കുന്ന ആന ഉത്സവം 8ാം വിളക്ക് വരെ ക്ഷേത്രത്തിനകത്ത് തന്നെ നിന്ന് ചടങ്ങ് നടത്താറാണ് പതിവ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 6ാം വിളക്ക് ദിവസമായ ശനിയാഴ്ച ബാലു ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പ് ശനിയാഴ്ച നടക്കും. ദേവസ്വം ഓഫീസിൽ രാവിലെ 10-ന് പ്രധാന തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടുമായി കൂടിക്കാഴ്ച നടക്കും. 51 പേരെയാണ് ദേവസ്വം കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യത നേടുന്നവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുമ്പത്തിലാക്കി ഉച്ചപൂജയ്ക്ക് മുമ്പ് നിലവിലെ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്നതിന് ശേഷം ഏപ്രിൽ 1-ന് ചുമതലയേൽക്കും. 6 മാസമാണ് കാലാവധി. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സിഒയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KSEBയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായി നടപടിയെടുക്കണമെന്ന് മുൻ എംപിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ച് സിഒഎ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംഘടനയുടെ ശക്തി തെളിയിക്കുന്നതായി മാറി. മുൻ എംപിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും കോർപ്പറേറ്റുകൾ പിടിമുറുക്കുകയാണെന്നും അവരെ സഹായിക്കുന്ന സമീപനമാണ് KSEB സ്വീകരിക്കുന്നതെന്നും പ്രതാപൻ പറഞ്ഞു. സിഒഎയുമായി ധാരണാപത്രം ലംഘിക്കുന്ന KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതാപൻ അറിയിച്ചു. അദാനി, അംബാനി ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റുകളടക്കം ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ്. ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ കൊടുക്കുന്നതിന് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. KSEBക്ക് ഏതെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ ലംഘിക്കലല്ല. അതുകൊണ്ട് ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ ലംഘിക്കുന്ന KSEB ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തണമെന്ന് ഈ സമരം അതിശക്തമായി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. സിഒഎ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കേബിൾ TV വ്യവസായം സംരക്ഷിക്കാൻ നടപടി വേണമെന്നും KSEBയുടെ നിലപാടിനെതിരെ ഭരണകൂടം ഇടപെടണമെന്നും CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് പറഞ്ഞു. കേരളത്തിലെ ഭരണകൂടത്തോട് ഞങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു, KSEBയുടെ ഭാഗത്തുനിന്ന് അത്തരം നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് കേരളത്തിലെ ഭരണകൂടം കടക്കണം. KSEBയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഉദ്ദണ്ഡ വാദഗതികളുമായി സിഒയെ തകർക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ആ നിലപാടുകളിൽ നിന്ന് അത്തരം ആളുകളെ പിന്തിരിപ്പിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ ഇടപെടലുകൾ കേരളത്തിൽ വരുന്ന ആളുകളിൽ ഉണ്ടാകും. സാധാരണക്കാരെ പിഴിയുന്ന സമീപനം KSEB കേബിൾ TV ഓപ്പറേറ്റർമാർക്കെതിരെയും സ്വീകരിക്കുകയാണെന്നും മാനേജ്മെന്റിനോട് സംസാരിച്ച് നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ആവശ്യപ്പെട്ടു. അടിക്കടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണോ സാധാരണക്കാരനെ പിഴിയുന്നത്, അതേ സമീപനം തന്നെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സിനോടും ഇവർ കാണിക്കുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനം കാഴ്ചവെക്കേണ്ട സമയത്ത് അതിനു പകരം അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനത്തിൽ അതിന് വൈദ്യുതി ബോർഡ് ഭരിക്കുന്ന മാനേജ്മെന്റിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ്, അവർക്ക് സഹായം നൽകുന്ന സമീപനമാണ് കേരളം ഭരിക്കുന്ന സർക്കാർ കാണിക്കുന്നത്. സർക്കാരാണ് നിലപാട് തിരുത്തേണ്ടത്. കുത്തകകളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് KSEB സ്വീകരിക്കുന്നതെന്നും KSEBയുടെ നിലപാട് തിരുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു.
COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജില്ലാ ട്രഷറർ CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. TC വിനോസ്, തൃശൂർ. നന്ദിപുലത്ത് വെടിക്കെട്ട് നടക്കുന്നിടത്ത് തളച്ച ആന വിരണ്ടു. വരന്തരപ്പള്ളി നന്ദിപുലം പയ്യൂർക്കാവ് ക്ഷേത്രത്തിലെ പൂരത്തിന്റെ വെടിക്കെട്ട് നടക്കുന്നതിന് സമീപം തളച്ചിട്ട ആന തീയും ശബ്ദവുമേറ്റ് വിരണ്ട് പിന്തിരിഞ്ഞ് പാപ്പാനെ തട്ടിയിട്ടു. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രപ്പറമ്പിനോട് ചേർന്നുള്ള പറമ്പിൽ തളച്ച കൊമ്പനാണ് വിരണ്ടത്. പൂരം എഴുന്നള്ളിപ്പിനെത്തിയ 2 ആനകളെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തളച്ചിരുന്നത്. ഇതിൽ ഒരാന വെടിക്കെട്ടിന്റെ അവസാനത്തെ കൂട്ടപ്പൊരിച്ചിൽ നടക്കുന്ന സ്ഥലത്തിന്റെ 10 മീറ്റർ മാത്രം അകലെയായിരുന്നു നിർത്തിയിരുന്നത്. വെടിക്കെട്ടിന്റെ ശബ്ദവും ചൂടും അസഹനീയമായതോടെ പിന്തിരിയാൻ ശ്രമിച്ച ആന പിറകിൽ നിന്ന പാപ്പാനെ പിൻകാലുകൊണ്ട് തട്ടി വീഴ്ത്തുകയായിരുന്നു. വെടിക്കെട്ട് കാണാൻ നിരവധി നാട്ടുകാരെത്തിയ സമയത്താണ് ആന പിണങ്ങി തിരിഞ്ഞത്. വിരണ്ട കൊമ്പൻ ഓടാതിരുന്നതിനാൽ വലിയ അത്യാഹിതം ഒഴിവായി. ആന നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ വെടിക്കെട്ട് നടത്തിയതും വിമർശനത്തിനിടയാക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ചിരുന്നു. പട്ടിൽ പൊതിഞ്ഞ കൊടും വിഷമാണ് രാജ്യത്തെ സർവകലാശാലകളിൽ UGC നടപ്പാക്കാൻ പോകുന്നതെന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള UGC കരട് ചട്ടം പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ AG's ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർക്കുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നുവരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. SFI സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണു പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ്ണുദേവ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജോത്സിന, അഭിജിത്ത്, ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സമരത്തിന് ആധാരമായിട്ടുള്ള ഒരു വിഷയം സ്വാഗതം പറഞ്ഞ SFIയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. രാജ്യത്തെ സർവകലാശാലകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സാമ്പത്തിക സഹായവും മറ്റു കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് UGC. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ ചെറുകുന്ന് സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ രാഹുലിനെയാണ് SHO PM വിമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. നടത്തറ ജംഗ്ഷനിൽ നിന്നാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ രാഹുലിനെ കഴിഞ്ഞ വർഷം ഏപ്രിൽ 5-നാണ് തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവിനെ തുടർന്ന് 1 വർഷത്തേക്ക് നാട് കടത്തിയത്. കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതി ജില്ലയിൽ പ്രവേശിച്ചതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. SI ജീസ് മാത്യു, CPOമാരായ ശ്രീകാന്ത്, കിരൺ, അനീഷ്, സുഭാഷ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന്റെ 4 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനം. പുതുക്കാട് സ്റ്റാൻഡിന്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സ്റ്റാൻഡിന്റെ 4 ഏക്കറിലേറെയുള്ള ഭൂമി വിനിയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് MD പ്രമോദ് ശങ്കർ യോഗത്തിൽ അറിയിച്ചു. പുതുക്കാട് ബസ് സ്റ്റാൻഡിന് മുൻപിൽ അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, NHAI തുടങ്ങിയ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കണമെന്നും MLA നിർദ്ദേശിച്ചു. KSRTC DTO ഇൻചാർജ് K. അഭിലാഷ്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കൊടകര ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി ആട്ടയൂരിൽ യുവാവിനെ വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച പ്രതിക്ക് 3 മാസം തടവും 10,000 രൂപ പിഴയടയ്ക്കാനും കോടതി ശിക്ഷ വിധിച്ചു. എളവള്ളി കടവല്ലൂർ സ്വദേശി പള്ളിക്കുളങ്ങര വീട്ടിൽ തിലകനെതിരെയാണ് തൃശൂർ 2nd അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 1999 ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ശിക്ഷ ഭയന്ന് കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിക്കെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ തെരച്ചിലിൽ പെരുമ്പിലാവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. SI ശരത് സോമന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. മയക്കുമരുന്നിനും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ. റൂറലിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക ഗ്രൂപ്പുകൾ രൂപീകരിക്കും. ഡാൻസ് ഓഫ് ടീമുകൾ നിലനിർത്തിയാവും പുതിയ ഗ്രൂപ്പുകൾ. ജനമൈത്രി, SPC, CPC, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ, കടലോര ജാഗ്രതാ സമിതികൾ തുടങ്ങിയവയെ ഉൾപ്പെടുത്തിയാകും പോലീസിനെ സഹായിക്കാനുള്ള ഗ്രൂപ്പിന്റെ സേവനം. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് കൗൺസിലിംഗ് നൽകാൻ റൂറൽ ജില്ലയിലെ DYSP ഓഫീസുകളിൽ കൗൺസിലിംഗ് ആരംഭിക്കുമെന്നും റൂറൽ SP അറിയിച്ചു. നിലവിൽ പോലീസും ഡാൻസ് ഓഫും ചെയ്യുന്ന പ്രവൃത്തി തുടരും. അത് നിർത്തിയിട്ടില്ല. 2, ഈ ഡ്രഗ് അഡിക്ട്സും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് സ്നേഹിതയുടെ ഭാഗമായി എല്ലാ സബ് ഡിവിഷനും ഇപ്പം നിലവിൽ നമുക്ക് റൂറൽ ജില്ലയിലാകെ ഇരിങ്ങാലക്കുട SP ഓഫീസിലാണ് ഒരു കൗൺസിലിംഗ് സെന്റർ ഉള്ളത്. പോലീസിന്റെ സൗജന്യ കൗൺസിലിംഗ് സെന്റർ. അടുത്ത ആഴ്ച മുതൽ ഇരിങ്ങാലക്കുട നിലവിലുള്ളത് കൂടാതെ ഇരിങ്ങാലക്കുട DYSP ഓഫീസിൽ ഒരു പുതിയ സ്നേഹിത കൗൺസിലിംഗ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ചാലക്കുടിയിലും കൊടുങ്ങല്ലൂരിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അത് ഗവൺമെന്റ് പ്രോജക്റ്റാണ്. എങ്കിലും പോലീസ് അവരും കൂടി ചേർന്ന് നടത്തുക. പ്രായമാകാത്ത കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകുന്നവർക്കെതിരെ പ്രത്യേക ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് കേസെടുക്കുമെന്നും പോലീസ് മേധാവി പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ റൂറൽ ജില്ലയ്ക്ക് കീഴിലുള്ള സൈബർ സെൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് B. കൃഷ്ണകുമാർ പറഞ്ഞു. വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരാളുടെ ഡീറ്റെയിൽസ് എടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ്, നിങ്ങൾക്ക് വരുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോയി നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ല വരുന്ന പൈസയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ എല്ലാം കറക്റ്റ് വരുന്ന പൈസയാവുന്നില്ല. ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾ, മ്യൂൾ അക്കൗണ്ട് എന്നൊരു വാക്കുണ്ട്, ബിനാമി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ, പിന്നെ മണി ലോണ്ടറിംഗ് എന്നൊരു വാക്കുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലാണ് മണി ലോണ്ടറിങ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എനിക്ക് കിട്ടുന്ന പൈസ അക്കൗണ്ടഡ് മണി ആക്കാൻ വേണ്ടി നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊടുത്ത് കറങ്ങി തിരിഞ്ഞത് അവിടുന്ന് NRI പൈസയായിട്ട് വരുന്നു, അല്ലെങ്കിൽ വേറെ മനസ്സിലായി. ഇതൊക്കെ ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വലിയ പാടില്ല. സൈബർ കുറ്റകൃത്യം വഴി നഷ്ടപ്പെട്ട 6 കോടിയിലധികം രൂപ തിരിച്ചുപിടിക്കാൻ സാധിച്ചതായും റൂറൽ SP വ്യക്തമാക്കി. സൈബർ രംഗത്തെ വിവിധ കുറ്റകൃത്യങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കെട്ടകാലത്ത് തിരിച്ചറിവിന്റെ കൈത്തിരി നാളവുമായി ഒരു തലമുറയുടെ മോചനത്തിനായി പരിശ്രമിക്കുകയാണ് ഈ നാടക കുടുംബം. മദ്യവും മയക്കുമരുന്നും അപഹരിച്ചത് എത്ര ജീവിതങ്ങളെയാണ്. അത്തരത്തിൽ ജീവിതം ചാരമായി തീർന്ന നിരവധി പേരിൽ ഒരാളുടെ കഥ മോചനം ഞങ്ങൾ ആരംഭിക്കുന്നു. അവള് വരില്ല. അവൾക്ക് അച്ഛനെ പേടിയാത്ര. അവളും കൺവെട്ടത്തൊന്നും വരില്ലാന്ന്. എങ്ങനെ വരിക? എന്നോട്. അധ്യാപകൻ, കവി, നാടകപ്രവർത്തകൻ എന്നിങ്ങനെ ശ്രദ്ധേയനായ സുധീഷ് അമ്മവീടും കുടുംബവും ലഹരിക്കെതിരായ ഒറ്റയാൾ നാടകവുമായി യാത്ര തുടങ്ങിയിട്ട് നാളേറെയായി. ഇതിനകം 140-ലധികം ഇടങ്ങളിൽ സുധീഷ് തന്റെ മോചനം എന്ന നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് പരാക്രമത്തിനിടയിൽ ഞാൻ എന്റെ മോളുടെ വായി ഇങ്ങനെ പൊട്ടിപ്പിടിച്ചു. ശ്വാസം കിട്ടാണ്ട് പിഴക്കണ എന്റെ മോളെ കണ്ടുകൊണ്ടൊന്ന് സുഗന്ധി എന്തൊക്കെ അടുത്ത് എന്നെ എറിയേ അടിക്കൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഭ്രാന്തായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് കൈക്കലാക്കണം എന്നുള്ള കൊതിയില് ഞാൻ എന്റെ മോളുടെ കാതിങ്ങനെ കടിച്ചെടുത്തു. കൊടുങ്ങല്ലൂർ BRCയിൽ ട്രെയിനറായി ജോലി ചെയ്തിരുന്ന കാലത്ത് അധ്യാപക പരിശീലനത്തിന്റെ ഇടവേളകളിൽ പറഞ്ഞഭിനയിച്ച കഥയാണ് മോചനമെന്ന നാടകമായി മാറിയത്. ഡി അഡിക്ഷൻ സെന്ററിൽ കഴിയുന്ന ഗൃഹനാഥൻ കൂടെയുള്ളവരോട് തന്റെ ജീവിതം പറയുന്ന രീതിയിലാണ് 14 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകം മുന്നോട്ടു പോകുന്നത്. കാണികളുടെ കണ്ണുകളിലും മനസ്സിലും നെടുവീർപ്പിന്റെ നനവ് പടർത്തുന്ന നാടകത്തിലൂടെ സുധീഷ് ലഹരിക്കെതിരെയുള്ള നാടക പോരാട്ടം തുടരുകയാണ്. ലഹരിയുടെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ വലിയ തരത്തിലുള്ള ഉപയോഗങ്ങൾ കൊണ്ട് വരുന്ന തലമുറ വലിയൊരു ചോദ്യചിഹ്നമായിട്ടും നാട്ടിൽ മുഴുവൻ ഭീകരത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളിലേക്ക് യുവതലമുറ മാറുന്നൊരു സാഹചര്യം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും നമ്മളുടെ പരിസര പ്രദേശങ്ങൾ പോലും ഹോട്ട്സ്പോട്ടുകളായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ വളരെ വേദനയോടെയും വളരെ വിഷമത്തോടു കൂടിയാണ് അത് മനസ്സിലാക്കുന്നത്. 1-2 മണിക്കൂർ ലഹരിയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫലം നമുക്ക് ഈ 14 മിനിറ്റിൻ്റെ ഈ നാടകം തരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ നാടകത്തിൻ്റെ ഒരു
വ്യക്തി എന്ന് പറയുന്നത്. മുകുന്ദപുരം താലൂക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററായി ജോലി ചെയ്യുന്ന സുധീഷ് തന്റെ ഒഴിവു സമയങ്ങൾ ഉപയോഗിച്ചാണ് നാടക പ്രവർത്തനം നടത്തുന്നത്. സന്തോഷ് എച്ചിക്കാനത്തിന്റെ ബിരിയാണി, NS മാധവന്റെ മുംബൈ എന്നീ കഥകളെ ആസ്പദമാക്കി സുധീഷ് അമ്മ വീട് രചനയും സംവിധാനവും നിർവഹിച്ച ഒറ്റയാൾ നാടകങ്ങൾ നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട സബോള, സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന്റെ ഭാഗമായി അവതരിപ്പിച്ച വീഡിയോ നാടകമായ ദ്വീപ്, 13ഓളം പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്ക് തയ്യാറാക്കിയ ഉടുപ്പുകൾ അഥവാ തിരുശേഷിപ്പുകൾ തുടങ്ങി നിരവധി നാടകങ്ങൾ സുധീഷിന്റേതായുണ്ട്. എപ്പിക് എന്ന പേരിൽ ഒരു നാടക സംഘത്തിനും സുധീഷ് നേതൃത്വം നൽകുന്നുണ്ട്. സുധീഷിന്റെ ഭാര്യയും പ്രീ പ്രൈമറി അധ്യാപികയും ഗായികയുമായ ജിതി, കലാകാരിയായ മകൾ ആമി, മകൻ ആഷ്മിൻ എന്നിവരും സുധീഷിന്റെ ലഹരിവിരുദ്ധ ഒറ്റയാൾ നാടകയാത്രയിൽ കൂട്ടായുണ്ട്. TCV കൊടുങ്ങല്ലൂർ. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വാർഡുകളിലും വിപുലമായ ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. വാർഡ് തലത്തിൽ കൌൺസിലറുടെ നേതൃത്വത്തിൽ സംഘടനകളെയും വ്യക്തികളെയും ഉൾപ്പെടുത്തി ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിന് പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും ഫോൺ നമ്പറുകൾ ലഭ്യമാക്കും. ഓരോ വാർഡിലും ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കും. ഈ മാസം 19-ന് നഗരത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലിയും പ്രതിജ്ഞയും നടത്താനും യോഗം തീരുമാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത യോഗം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് അധ്യക്ഷത വഹിച്ചു. പുതുതലമുറയിലെ വിദ്യാർത്ഥിനികൾ ഇന്ന് ലഹരിക്ക് അടിമകളായി മാറിയെന്നും ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് ചെകുത്താന്റെ നാടായി മാറുന്നു എന്ന ഭയത്തിലാണ് കേരളത്തിലെ ജനങ്ങളെന്നും ലഹരിക്കെതിരെ എല്ലാവരും ഒന്നിക്കണമെന്നും തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് പറഞ്ഞു. ഇന്ന് നമുക്കറിയാം, ഇന്ന് കേരളം മുക്കാൽ ഭാഗവും മയക്കുമരുന്നിനടിമയായി പോകുന്ന ഒരവസ്ഥയിലാണ്. പുതിയ ജനറേഷൻ വിദ്യാർത്ഥിനികളെല്ലാം ഇന്ന് മയക്കുമരുന്നിനടിമകളാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ന് സാത്താൻ്റെ നാടായി മാറുന്നു എന്ന് ഭയത്തിലാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ. നിങ്ങൾ അതിൽ നിന്ന് മുക്തനാകണം. ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ ലോകം ഇവിടെ മുന്നിലുണ്ട്. നിങ്ങൾ ഇതിൽ അടിമപ്പെടരുത്. ഒരിക്കലും നിങ്ങൾ അടിമപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് തിരിച്ചു വരുവാൻ സാധിക്കാത്ത അത്രയും വലിയ മാരകമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങുന്നു. കുടുംബത്തിൽ ഛിദ്രതയുണ്ടാകുന്നു. മക്കൾ മാതാപിതാക്കളെ തല്ലുന്നു. മാതാപിതാക്കളും മക്കളുമായി ബന്ധമകലുന്നു. അന്യൻ്റെ മുതൽ നമുക്ക് ലഭിക്കാത്തത് എടുക്കുന്ന ഒരു പുതിയ സമ്പ്രദായം മനുഷ്യനിൽ കാണുന്നു. നമുക്കറിയാം, ബാങ്കുകളെല്ലാം കൊള്ളയടിക്കുന്ന ഒരവസ്ഥ, എന്നാൽ റോഡിൽ കൂടി സംസാരിച്ച് മിണ്ടിക്കഴിഞ്ഞാൽ അവനെ തല്ലുന്ന അവസ്ഥ, വിദ്യാർത്ഥികൾ തമ്മിലടിക്കുന്ന ഒരു സ്വഭാവം, ഇതെല്ലാം മാറണം. നിങ്ങളെല്ലാം ജീവിതത്തിനകത്ത് മാതാപിതാക്കളുടെ വാഗ്ദാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകണം. നാളത്തെ ഈ രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഇനിയും ഉണരട്ടെ. ഈ പറയുന്ന മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാകട്ടെ. 6 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ചൂണ്ടൽ സ്വദേശിയെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചൂണ്ടൽകുന്ന് സ്വദേശി രഞ്ജിത്തിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PG ശിവശങ്കരൻ, CA സുരേഷ്, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റാഫി, ശ്രീരാഗ്, സജീഷ്, സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 3 ലിറ്റർ വാറ്റ് ചാരായവുമായി മധ്യവയസ്കനെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. കിള്ളിമംഗലം വല്ലങ്ങിപ്പാറ മുണ്ടരാപ്പള്ളി വീട്ടിൽ മണികണ്ഠനെയാണ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാമകൃഷ്ണൻ, പ്രശാന്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ്, ജയേഷ് തുടങ്ങിയവർ ചാരായം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി തെക്കിനിയടത്ത് വീട്ടിൽ വിവേകാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ മദ്യവും ബീഡിയും മറ്റ് ലഹരി വസ്തുക്കളും നൽകുന്നതിനായി പെരിങ്ങോട്ടുകരയിലുള്ള വീട്ടിൽ നിന്ന് ബലമായി തട്ടിക്കൊണ്ടുപോവുകയും തടയാൻ ശ്രമിച്ച കുട്ടിയുടെ അച്ഛനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ്,
സിവിൽ പോലീസ് ഓഫീസർമാരായ സജു, ഷാജി എന്നിവർ വിവേകിനെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊയ്ത്തിന് പാകമായ മുണ്ടകൻ പാടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് കർഷകരെ വലയ്ക്കുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടം പാടശേഖര സമിതിക്ക് കീഴിലുള്ള മുണ്ടകൻ പാടങ്ങളിലാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. 17 പാടശേഖരങ്ങളുള്ള മറ്റത്തൂർ കൃഷിഭവൻ പരിധിയിൽ ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള വെള്ളത്തെ മാത്രം ആശ്രയിച്ച് കൃഷിയിറക്കുന്ന പാടശേഖരമാണ് മാങ്കുറ്റിപ്പാടം. നേരത്തെ ആണ്ടിൽ 3 വട്ടം നെൽകൃഷി ചെയ്തു വന്നിരുന്ന ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുണ്ടകൻ വിള മാത്രമാണ് ഇറക്കുന്നത്. ഇത്തവണ വെള്ള പൊന്മണി വിത്തുപയോഗിച്ചാണ് വിളവിറക്കിയത്. സമയബന്ധിതമായി കനാൽ വെള്ളം ലഭിച്ചതിനാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച വിളവാണ് ഇക്കുറി കർഷകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കൊയ്ത്തിന് പാകമായ നെൽക്കണ്ടങ്ങളിലേക്ക് കനാൽ വെള്ളം എത്തിയതും കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയും കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. ഈ പാടശേഖര സമിതിയില് ഏകദേശം 17 ഹെക്ടർ നിലമാണ് ഇത്തവണ പണിതിരിക്കുന്നത്. കനാൽ വെള്ളവും ഇന്നലെ ഉച്ചതിരിഞ്ഞ് മഴയും പെയ്തു. അതിന്റെയൊക്കെ ഫലമായിട്ട് കണ്ടങ്ങളിലൊക്കെ വെള്ളം കയറി. കണ്ടങ്ങളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈക്കോല് നഷ്ടപ്പെടും. ചില താഴ്ചയുള്ള ഭാഗങ്ങളുണ്ട്, 3 അടി 1 മീറ്ററൊക്കെ താഴ്ന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് ഈ കൊയ്ത്തുമുഷി ഇറങ്ങില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പൊ ഈ മാങ്കുറ്റിപ്പാടം പാടശേഖരം അഭിമുഖീകരിക്കുന്നത്. ഈ മാസം 25-ന് കൊയ്ത്ത് തുടങ്ങേണ്ട പാടത്ത് നെൽച്ചെടികളെല്ലാം വെള്ളത്തിലാണ്. പാടത്ത് വെള്ളമുണ്ടെങ്കിൽ കൊയ്ത്തുയന്ത്രം ഇറക്കാൻ ബുദ്ധിമുട്ട് നേരിടും. മഴ ഇനിയും പെയ്താൽ കനത്ത നാശനഷ്ടം കർഷകർക്ക് നേരിടേണ്ടി വരും. മറ്റത്തൂർ കനാലിൽ വെള്ളം തുറന്നുവിടുമ്പോഴും മഴ കനത്തു പെയ്യുമ്പോഴും മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ അനുഭവപ്പെടുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇവിടെയുള്ള കല്ലൻകുഴി തോട് നവീകരിച്ചാൽ മതിയാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. മോളീന്ന് തൊട്ട് താഴെ വരെ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോ മേലെയുണ്ട്. ആ കാടക്കണ്ണം താത്തി പൊട്ടിച്ച് കയറ്റി കളഞ്ഞാൽ മാത്രമാണ് ഈ കനാൽ വെള്ളം വിട്ടാലും ഞങ്ങളുടെ പാടങ്ങളിലേക്ക് വെള്ളം കയറാണ്ടിരിക്കുള്ളൂ. ഇത് പാടം ഉണങ്ങാതെ കൊയ്യാനോ ഞങ്ങളുടെ പശുക്കൾക്ക് വൈക്കോല് കൊടുക്കണ്ട, വിറ്റ് കാശ് മേടിക്കണ്ട. പക്ഷെ ഞങ്ങളുടെ അടുത്ത വർഷം വരയ്ക്കുള്ള വൈക്കോല് വേണ്ടേ, ആ വൈക്കോല് പോകുന്നുള്ളതാണ്. ഇതൊക്കെ വൈക്കോല് ചളിയിലും മണ്ണിലും ഈ സാധനം പോകും. അടിത്തട്ടിൽ കാടക്കണ്ണൻ ഇനത്തിലുള്ള കട്ടിയേറിയ കല്ലാണ് കല്ലൻകുഴി തോടിലുള്ളത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗപ്പെടുത്തി തോട് താഴ്ത്തിയാൽ പാടത്തെ വെള്ളം സുഗമമായി സമീപത്തെ വലിയ തോട്ടിലേക്ക് ഒഴുകിപ്പോകും. ഇങ്ങനെ ചെയ്താൽ വരും വർഷങ്ങളിൽ കൃഷിനാശമില്ലാതെ നെൽകൃഷി ചെയ്യാനാകും. ഇതിനാവശ്യമായ പദ്ധതിക്ക് രൂപം നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. TCV ന്യൂസ്, കൊടകര. ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപക ഫെഡറേഷന്റെ തൃശൂർ ജില്ലാ സംഗമവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരവും തൃശൂർ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ M. ആന്റണി ഉദ്ഘാടനം ചെയ്തു. CV ലിജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോബൻ ഫിലിപ്പ്, സംസ്ഥാന സമിതി അംഗങ്ങളായ VV രാമകൃഷ്ണൻ, KS ശ്രീദേവി, പ്രബിൻ ചുങ്കത്ത്, TS സരിത തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ തീരദേശത്തെ ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് മൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി പഞ്ചായത്ത് 13-14 വാർഡുകളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് പതിവായിരിക്കുകയാണ്. മുപ്പട്ടിത്തറയ്ക്ക് സമീപമുള്ള കൾവട്ടറിൽ കൂടിയാണ് വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്നും താഴ്ന്ന ഭാഗത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത്. തൊയക്കാവ് കാളിയേക്കൽ മേഖലയിലും ഉപ്പുവെള്ളം ജനവാസ ഇടങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട്. കുംഭമാസത്തിലെ ശക്തമായ വേലിയേറ്റത്തിൽ മുപ്പട്ടിത്തറ മുതൽ തണ്ടഴിപ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം കെട്ടിനിൽക്കുകയാണ്. ഇതുമൂലം രൂക്ഷമായ ദുർഗന്ധമാണ് ഉണ്ടാകുന്നത്. വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളത്തിൽ ചവിട്ടിയാൽ ചൊറിഞ്ഞു പൊട്ടുന്നതായും പ്രദേശവാസികൾ പറയുന്നു. മണ്ണെടുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല. വെള്ളം കയറിയിട്ട് പെരക്കാകെ അപ്പുറത്തെ ഭാഗം പൊട്ടിയിട്ടുണ്ട്, പെരം ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നടക്കാനും പറ്റിയില്ല, ചെളിഞ്ഞൂത്തിയിട്ട് ഇവിടെ നേരം വഴുക്കി വീശിന്. വീടിനു ചുറ്റും വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ചതായും വീടുകളുടെ തറയ്ക്കും ചുവരുകൾക്കും വിള്ളൽ സംഭവിക്കുന്നതായും നാട്ടുകാർ പരാതി പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമായതിനാൽ വല്ലപ്പോഴും പൊതു ടാപ്പിലൂടെ എത്തുന്ന കുടിവെള്ളം മാത്രമാണ് ആശ്രയം. പലതവണ വാർഡ് മെമ്പറോടും ഗ്രാമസഭകളിലും പരാതിപ്പെട്ടെങ്കിലും ഇതുവരെയും ശാശ്വത പരിഹാരം ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. വെള്ളം കിണറ്റിൽ ഉപ്പായി എന്നിട്ട് ഉപയോഗിക്കും ഞങ്ങള്. ഇതുപോലൊരു വീട് അവിടെ ഉണ്ട്.
ഇപ്പം ആ ചേച്ചി പ്രസവിച്ചിട്ട് വരും, ആ കുഞ്ഞിനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അവർ വീണ്ടും ചുറ്റും വെള്ളമാണ്, ചോട്ടിപ്പടി വരെ കയറും. ഉപ്പുവെള്ളം കയറാതിരിക്കാനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുളിക്കെട്ട് കെട്ടുന്നുണ്ടെങ്കിലും അശാസ്ത്രീയമായ നിർമ്മാണ രീതി മൂലം ആദ്യ വേലിയേറ്റത്തിൽ തന്നെ ഇവ പൊട്ടി ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറി. ഉപ്പുവെള്ളം തീരദേശ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ പറഞ്ഞു. ഈ ഭാഗത്തുള്ള പ്രദേശവാസികൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോഴും വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടപ്പോഴും അവർ പറയുന്നത് പണികൾ നടക്കുന്നുണ്ട് എന്നാണ്. 2-3 വട്ടം ഈ ചീപ്പുകൾ കെട്ടുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ നിലവിലെ സ്ഥിതി പഴയതുപോലെ തന്നെ ഈ പ്രദേശവാസികൾക്ക് ഇവിടെ ജീവിക്കാനോ താമസിക്കാനോ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തുണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. TCV ന്യൂസ് പാവറട്ടി. തൃശൂർ അരിമ്പൂരിൽ ഫിറ്റ്നസ് ഇല്ലാതെ ഓടിയ സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 27 കുട്ടികളുമായി പോയ മിനി ബസ്സാണ് പിടിച്ചെടുത്തത്. 2 മാസമായി ഫിറ്റ്നസ് ഇല്ലാതെ ബസ് ഓടുന്നതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർമാരായ PV ബിജു, VB സനീഷ്, MV സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തൃശൂർ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ലോക വൃക്ക ദിനാചരണം സംഘടിപ്പിച്ചു. വൃക്കദാതാവും സാമൂഹ്യ പ്രവർത്തകനുമായ ഷൈജു സായിറാം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു അധ്യക്ഷത വഹിച്ചു. ജനനീതി സ്ഥാപക ഡയറക്ടർ അഡ്വക്കേറ്റ് ജോർജ് പുലിക്കുതിയേൽ, അഡ്വക്കേറ്റ് AD ബെന്നി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K രാമദാസ്, നെഫ്രോളജിസ്റ്റ് ഡോക്ടർ വിനോദ് ബാബുരാജ് എന്നിവർ സംസാരിച്ചു. 5 വർഷത്തിലേറെയായി ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബി സമുദായക്കാരുടെ പ്രധാന ഉത്സവമായ മഞ്ഞോണം നിറങ്ങളിൽ നിറഞ്ഞ് ആഘോഷിച്ചു. ഹോളി ആഘോഷത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് നിറങ്ങളിൽ കുടിച്ചുള്ള ആഘോഷം. കുംഭമാസത്തിലെ പൂരം നാളിലാണ് മഞ്ഞോണം. നെയ്തക്കുടി, ചെന്തുരുത്തി മേഖലകളിലാണ് മഞ്ഞോണം അഥവാ മഞ്ഞക്കുളി ആഘോഷം നടക്കുന്നത്. കൊങ്ങിണി ഭാഷയുമായി സാമ്യമുള്ള ഭാഷയിലാണ് ഇവരുടെ പാട്ട്. വീടുകളിൽ തയ്യാറാക്കിയ ഗുരുതി ജലത്തിൽ കുളിച്ചെത്തുന്ന ഭക്തർ പ്രത്യേകമായി ഒരുക്കിയ വഞ്ചിയിലുള്ള നിറം കലർത്തിയ വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ചു. കൂടാതെ തീർത്ഥമായി പാത്രങ്ങളിൽ പകർത്തി വീടുകളിൽ കൊണ്ടുപോയി ഉപയോഗിക്കും. നെയ്തക്കുടിയിലെ ആൽത്തറിയുടെ പരിസരത്താണ് ചടങ്ങ് നടന്നത്. പൂജകൾക്ക് ശേഷം ചുണ്ണാമ്പും മഞ്ഞളും കലർത്തിയ വെള്ളം ഒരുക്കി. തുടർന്ന് ക്ഷേത്രത്തിൽ നിന്നെത്തുന്ന സംഘം ആൽത്തറ വലം വെച്ച് തൊഴുത് പാട്ടുപാടി വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ച് ആവേശത്തോടെ ഓടിയെത്തിയ ഭക്തർ ആൽത്തറ വലം വെച്ച് നാളികേരം ഉടച്ച ശേഷമാണ് മഞ്ഞക്കുളി നടത്തിയത്. നെയ്തക്കുടിയിൽ കുടുംബി സമുദായക്കാർ പരമ്പരാഗത രീതിയിലാണ് മഞ്ഞോണം ആഘോഷിച്ചത്. ചെന്തുരുത്തിയിൽ കൂടുതൽ വർണ്ണങ്ങൾ ശരീരത്തിൽ പുരട്ടിയും വിതറിയുമാണ് ഹോളിക്ക് സമാനമായി ആഘോഷം നടക്കുന്നത്. ആഘോഷം സംഘടിപ്പിച്ച കണ്ണംകുളങ്ങര ഭഗവതി ക്ഷേത്രം ഭാരവാഹികളായ VB ദീപു, VB നിഷാന്ത് എന്നിവരാണ് നേതൃത്വം നൽകിയത്. തെക്കേ ആലുങ്ങൽക്കാവിൽ നടന്ന മഞ്ഞക്കുളിക്ക് പരമ്പരാഗത അവകാശിയായ വടക്കേടത്ത് പറമ്പിൽ VK സുനിൽകുമാർ നേതൃത്വം നൽകി. TCV ന്യൂസ് മാള. ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലും തന്റെ കലാഭിരുചികളിലൂടെ വരുമാനവും സന്തോഷവും കണ്ടെത്തുകയാണ് അരിമ്പൂർ സ്വദേശിയായ ഈ 11-കാരൻ. ഫാൻസി ആഭരണങ്ങളുടെ നിർമ്മാണത്തിലൂടെയാണ് അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീപദ് വേറിട്ട മാതൃകയാകുന്നത്. ശ്രീപദ് ഉണ്ടാക്കുന്ന ഫാൻസി ആഭരണങ്ങൾക്ക് നാട്ടിലും മറ്റു നാടുകളിലും ആവശ്യക്കാരേറെയാണ്. ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലും മുടങ്ങാതെ സ്കൂളിലെത്തുന്ന ശ്രീപദ് സഹപാഠികളുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ടവനാണ്. സ്കൂൾ വിട്ടുവന്നാൽ നീന്തൽ, യോഗ, സിനിമാറ്റിക് ഡാൻസ് എന്നിവയും ഈ 11-കാരൻ പരിശീലിക്കുന്നുണ്ട്. ദിവസവും 1 മണിക്കൂറോളമുള്ള ആഭരണ നിർമ്മാണമാണ് ശ്രീപദിനെ വ്യത്യസ്തനാക്കുന്നത്. വിവിധ വർണ്ണങ്ങളിലുള്ള മുത്തുകൾ കലാപരമായ നൂലിഴകളിൽ കോർത്തെടുത്ത് മനോഹരമായ മുത്തുമാലകളും കമ്മലുകളും ഉണ്ടാക്കാനുള്ള ശ്രീപദിന്റെ കഴിവ് അപാരമാണ്. അമ്മ നീതുവാണ് എല്ലാ കാര്യങ്ങൾക്കും സഹായമായി കൂടെയുള്ളത്.
നിർമ്മിച്ച വസ്തുക്കൾ ഭംഗിയായി പാക്ക് ചെയ്യാനും വിപണനം നടത്താനും അമ്മയാണ് സഹായത്തിനുള്ളത്. മോൻ ഡൗൺ സിൻഡ്രോം കണ്ടീഷനുള്ള മോനാണ്. അവന്റെ പഠനത്തോടൊപ്പം തന്നെ അവന്റെ സിറ്റിംഗ് ടോളറൻസ്, അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതുപോലെയുള്ള ഹാൻഡ് ബാൻഡ്സുകൾ ഉണ്ടാക്കി തുടങ്ങിയത്. അതിന് ഒരു നല്ലൊരു വരുമാനം അവനിപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എക്സിബിഷൻസിൽ പോവുക, അത്രയും നേരം ക്ഷമയോടുകൂടി ഇരിക്കുക, അതൊക്കെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. ശ്രീപദ്സ് ലവ് ബാൻഡ് എന്ന പേരിലാണ് ഫാൻസി ആഭരണങ്ങൾ വിറ്റഴിക്കുന്നത്. തൃശൂർ നഗരത്തിലെ ചില കടകളിലും ഗോവയിലും ഓൺലൈനിലുമായാണ് ശ്രീപദ് ഉണ്ടാക്കുന്ന ആഭരണങ്ങൾ വിൽപ്പന നടത്തുന്നത്. എക്സിബിഷനുകളിൽ സ്റ്റാളുകളിട്ടും ശ്രീപദ് തന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാറുണ്ട്. അച്ഛൻ ശ്രീനിതും സഹോദരൻ LKG വിദ്യാർത്ഥി ശ്രീയാനും മുത്തശ്ശി ശാന്തകുമാരിയും ശ്രീപദിന് പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. താൻ ഉണ്ടാക്കുന്ന ഫാൻസി ആഭരണങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം പഠിക്കുന്ന സ്കൂളിലെ PTA ഫണ്ടിലേക്ക് കൈമാറാനാണ് ശ്രീപദിനിഷ്ടം. TCV ന്യൂസ്, തൃശൂർ. എളവള്ളിയിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. എളവള്ളി ഉല്ലാസ് നഗർ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന പുല്ലാണിപ്പറമ്പത്ത് വിനോദിന്റെ മകൻ 24 വയസ്സുള്ള കൃഷ്ണയാണ് മരിച്ചത്. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാവറട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാണിജ്യം. ഡെന്റൽ ആൻഡ് ENT ചികിത്സയ്ക്കായി അത്യാധുനിക യന്ത്രോപകരണങ്ങളുടെ സഹായത്തോടെയുള്ള വിദഗ്ധ സേവനം ഉറപ്പാക്കി തൃശൂർ കിഴക്കേക്കോട്ടയിൽ ടീത്ത് ട്യൂൺ ഡെന്റൽ ആൻഡ് ENT ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. കാത്തലിക് പാസ്റ്ററൽ സെന്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ടീത്ത് ട്യൂൺ ഡെന്റൽ ആൻഡ് ENT ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നിർവഹിച്ചു. കാത്തലിക് പാസ്റ്റർ സെന്റർ ഡയറക്ടർ ഡോക്ടർ ഫാദർ ജോസ് വട്ടക്കുഴി വെബ്സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ ലീല വർഗീസ് മുഖ്യാതിഥിയായി. ടീത്ത് ട്യൂൺ ഡെന്റൽ ആൻഡ് ENT ക്ലിനിക് പാർട്ട്ണർമാരായ ഡോക്ടർ ജിഷ്ണു, ഡോക്ടർ വിദ്യാ ഗോപിനാഥൻ പിഷാരടി, ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. ഡെന്റൽ വിഭാഗത്തിൽ ഡിജിറ്റൽ എക്സ്റേ ആൻഡ് ഇൻട്രോ ഓറൽ സ്കാനർ, ഡെന്റൽ ഇംപ്ലാന്റ്സ് ആൻഡ് ഫുൾ മൗത്ത് റിഹാബിലിറ്റേഷൻ, TMJ, ഡിസോർഡർ മാനേജ്മെന്റ്, ക്രൗൺ ആൻഡ് ബ്രിഡ്ജസ്, കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, സ്മൈൽ ഡിസൈനിങ് ആൻഡ് ടീത്ത് വൈറ്റനിങ്, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, ഗം ഡിസീസ് ട്രീറ്റ്മെന്റ് ആൻഡ് ലേസർ ഡെന്റിസ്ട്രി തുടങ്ങിയ സേവനങ്ങൾക്കും ENT വിഭാഗത്തിൽ ഇയർ ഇൻഫെക്ഷൻസ്, ഹിയറിംഗ് ലോസ് ആൻഡ് വെർട്ടിഗോ മാനേജ്മെന്റ്, നെയ്സൽ ഒബ്സ്ട്രാക്ഷൻ, അലർജി ആൻഡ് സൈനസൈറ്റിസ് മാനേജ്മെന്റ്, ത്രോട്ട് ആൻഡ് വോൾക്കോ ഡിസോർഡർ മാനേജ്മെന്റ്, ഇയർ നോസ് ത്രോട്ട് എൻഡോസ്കോപ്പി, ഫോറിൻ ബോഡി റിമൂവൽ, ഇയർ ലോബ് റിപ്പയർ തുടങ്ങിയ സേവനങ്ങൾക്കും ഇവിടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പ്രോസ്തോഡോണ്ടിസ്റ്റ്, ഇംപ്ലാന്റോളജിസ്റ്റ് എന്നിവരുടെ സേവനം ദിവസവും ലഭ്യമാണ്. ക്ലിനിക്കിന്റെ പ്രവർത്തന സമയം രാവിലെ 9:30 മുതൽ രാത്രി 8 വരെയും ENT കൺസൾട്ടേഷൻ ചൊവ്വ വ്യാഴം ഒഴികെ എല്ലാ ദിവസവും 4 മുതൽ 6 വരെയുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9895800321. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8120 രൂപ, പവന് 64,960 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3452 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണമിടപാട്. മുതിർന്ന CPM നേതാവ് K. രാധാകൃഷ്ണൻ MPക്ക് ED സമൻസ് അയച്ചു. ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് സമൻസ്. ചാലക്കുടി പോട്ടയിൽ മിനിലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. അപകടത്തെ തുടർന്ന് മിനിലോറിക്ക് തീപിടിച്ചു. കറുകുറ്റിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. ഗുരുവായൂർ ആനയോട്ടത്തിലെ ജേതാവ് കൊമ്പൻ ബാലുവിനെ 2 ദിവസത്തെ വിശ്രമത്തിനായി ക്ഷേത്രത്തിൽ നിന്നും മാറ്റി. ആനയോട്ടത്തിൽ മൂന്നാമതെത്തിയ കൊമ്പൻ ദേവദാസിന് ബാലുവിന്റെ ചുമതലകൾ കൈമാറി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പ് ശനിയാഴ്ച. മയക്കുമരുന്നിനും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ.
പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കെഎസ്ഇബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സിഒയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം. കെഎസ്ഇബിയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായ നടപടിയെടുക്കണമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ. നന്ദിപുലത്ത് വെടിക്കെട്ട് നടക്കുന്നിടത്ത് തളച്ച ആന വിരണ്ടു. പിന്തിരിഞ്ഞ ആന പാപ്പാനെ തട്ടിയിട്ടു. വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ തീരദേശത്തെ ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് മൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. മുപ്പട്ടിത്തറയ്ക്ക് സമീപമുള്ള കൾവർട്ടിൽ കൂടിയാണ് പുഴയിൽ നിന്നും താഴ്ന്ന ഭാഗത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.